ഗുഡ് ഈവനിങ്. ലൈസിയം അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന കാറ്റഗറി 2 പരീക്ഷയിലെ 30 മാത്തമാറ്റിക്സ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിൽ നിന്ന് വന്ന 30 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഇന്ന് ചോദിച്ച മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം, ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ഒരു ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ 22-നാണ്. ഡിസംബർ 22-ആണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഇനി അടുത്ത 32ാമത്തെ ചോദ്യം, 60 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 15 സെക്കൻഡ് സമയം എടുക്കുന്നു എങ്കിൽ ട്രെയിനിന്റെ നീളം എത്രയാണ് എന്നതാണ് ചോദ്യം. ട്രെയിനിന്റെ നീളം എത്രയാണ് എന്നതാണ്. 150 മീറ്റർ ആയിരിക്കും ട്രെയിനിന്റെ നീളം. ഓക്കെ, 32 ഓപ്ഷൻ ബി 150 മീറ്റർ എന്നതാണ്. 33ാമത്തെ ചോദ്യം, ചിത്രത്തിൽ പി ക്യു ആർ എസ് എന്നിവ സമാന്തര വരകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ പി ക്യു ആർ എസ് എന്നിവ സമാന്തര വരകൾ ആയാൽ കോൺ എസ് ടി ക്യു എത്രയായിരിക്കും? എസ് ടി ക്യു എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. 33ാമത്തെ ചോദ്യം. 33 ഓപ്ഷൻ സി 100 ഡിഗ്രി ആയിരിക്കും. 100 ഡിഗ്രി. എസ് ടി ക്യു 100 ഡിഗ്രി ആയിരിക്കും. അടുത്ത് 34ാമത്തെ ചോദ്യം, ആരുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി? ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന പുസ്തകം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജൻ. 34 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 5/10 എത്ര കൂട്ടിയാൽ 5/11 കിട്ടും എന്നതാണ് ഒരു ചോദ്യം. എത്രയാണ്? 35ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 4 × 5/10 എന്നതാണ് ഇതിന്റെ ഉത്തരം. 5/10 എത്ര കൂട്ടിയാൽ 5/11 കിട്ടും എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്. 4 × 5/10. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത 36ാമത്തെ ചോദ്യം, ഒരു ബാഗ് 360 രൂപയ്ക്ക് വിറ്റാൽ കച്ചവടക്കാരന് 10% നഷ്ടം വരും. 10% ലാഭം കിട്ടുന്നതിന് ഈ ബാഗ് വിൽക്കേണ്ടത് എത്ര രൂപയ്ക്കാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, 36ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ്. 440 രൂപയ്ക്ക് വിറ്റാൽ 10% ലാഭം കിട്ടും. അടുത്ത് 37ാമത്തെ ചോദ്യം, 0.001 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.0000001 കിട്ടും എന്നതാണ് ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. 37ാമത്തെ ചോദ്യം. 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 0.001 കൊണ്ട് ഗുണിച്ചാൽ ഈ ഉത്തരം കിട്ടും. ഓക്കെ, 37ാമത്തെ ചോദ്യം. 37 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 38ാമത്തെ ചോദ്യം, 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്രയാണ്? 38ാമത്തെ ചോദ്യം. 38ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 5 മീറ്റർ. 5 മീറ്റർ. 38. അടുത്ത് 39ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ജിയോജിബ്ര സോഫ്റ്റ്വെയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗണിത പഠനത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ. അടുത്ത 40ാമത്തെ ചോദ്യം, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 17 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വശങ്ങളാകാവുന്ന അളവുകൾ ഏതൊക്കെയാണ്? വശങ്ങളാകാവുന്ന അളവുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ എന്നതാണ് ശരിയായ ഉത്തരം. 40 ഓപ്ഷൻ ബി 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത 41ാമത്തെ ചോദ്യം, ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ 3:2 എന്ന അംശബന്ധത്തിലാണ്. ഓരോ കോണിന്റെയും അളവ് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 108 ഡിഗ്രി 72 ഡിഗ്രി എന്നതാണ് ശരിയായ ഉത്തരം. 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അതുപോലെ തന്നെ 42ാമത്തെ ചോദ്യം, ചിത്രത്തിൽ എ ബി സമം എ സി ആയാൽ കോൺ സി ബി ഇ പ്ലസ് കോൺ എഫ് സി ജി എത്രയാണ് എന്നതാണ് ചോദ്യം. 42ാമത്തെ ചോദ്യം, സി ബി ഇ പ്ലസ് എഫ് സി ജി എത്രയാണ് എന്നതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 42ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 180 ഡിഗ്രി ആയിരിക്കും. അടുത്ത് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രാമാനുജ സംഖ്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1729. രാമാനുജ സംഖ്യ 1729നെയാണ് രാമാനുജ സംഖ്യ എന്ന് പറയുന്നത്. ഇനി 44ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 10. ഓക്കെ, 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി 10 എന്നാണ്. അടുത്ത് ബിനു, ബിന്ദു എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:4 ആണ്.
3 വർഷത്തിന് ശേഷം ബിനുവിന്റെ വയസ്സ് 28 ആയിരിക്കുമെങ്കിൽ ബിന്ദുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്നതാണ് ചോദ്യം. 45ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, 20 വയസ്സ്. ഓക്കെ, ഓപ്ഷൻ ഡി 20 വയസ്സ്. ഇനി അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിതത്തിലെ പ്രക്രിയാശേഷി അല്ലാത്ത ഏതാണ്, പ്രോസസ് സ്കില്ല് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഗൃഹപാഠം ചെയ്യൽ. ഗൃഹപാഠം ചെയ്യൽ ഒരു പ്രോസസ് സ്കില്ല് അല്ല. അടുത്ത 47 ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പ്രോജക്റ്റ് രീതിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? പഠനത്തിൽ താല്പര്യം വളരുന്നു, അപഗ്രഥന ശേഷി വളരുന്നു, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, ഗവേഷണ മനോഭാവം വളരുന്നു. ഇതിൽ ഏതാണ് അല്ലാത്തത്? ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഓക്കെ, അല്ലാത്തത് പ്രോജക്റ്റ് മെത്തേഡുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. അടുത്ത 48ാമത്തെ ചോദ്യം, ഒരു വിദ്യാലയത്തിൽ 12 അധ്യാപകരാണ് ഉള്ളത്. 30 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറി പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 1.5 വയസ്സ് കൂടി. 1.5 വയസ്സ് ശരാശരിയിൽ കൂടി. പുതുതായി വന്ന അധ്യാപകന്റെ പ്രായം എത്രയാണ് എന്നതാണ് 48ാമത്തെ ചോദ്യം. 48ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 42 വയസ്സ്. പുതുതായി വന്ന അധ്യാപകന്റെ പ്രായം 42 വയസ്സ് ആണ്. ഗണിതത്തിലെ പ്രശ്ന പരിഹരണ തന്ത്രം അല്ലാത്തത് ഏതാണ്? ഗണിതത്തിലെ പ്രശ്ന പരിഹരണ തന്ത്രം അല്ലാത്തത് മനഃപാഠമാക്കുക എന്നാണ്. മനഃപാഠമാക്കി ഗണിതം പഠിക്കാൻ കഴിയില്ല. അപ്പോൾ 49 ഓപ്ഷൻ ഡി ആണ്. മനഃപാഠമാക്കുക എന്നത് ഗണിതത്തിലെ പ്രശ്ന പരിഹരണ തന്ത്രം അല്ല. അടുത്ത 50ാമത്തെ ചോദ്യം, ടീച്ചിങ് മാനുവലിലെ പ്രതികരണ പേജ് എഴുതുന്നതിന്റെ ഉദ്ദേശ്യം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോട്ട്. അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്. അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ വിലയിരുത്തുന്നതിന്. ഓക്കെ, 13 മൂന്നിലൊന്നിൽ എത്ര 13 ഉണ്ട്? 13 മൂന്നിലൊന്നിൽ എത്ര മൂന്നിലൊന്നുകൾ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 40 മൂന്നിലൊന്നുകൾ ചേർന്നാണ് 13 മൂന്നിൽ 1 എന്ന സംഖ്യ. അടുത്ത് അപഗ്രഥന രീതിയുടെ സവിശേഷത ഏതാണ്? അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്. സയൻസ് പഠിക്കുന്നതിന്, കണക്ക് പഠിക്കുന്നതിന് ഏറ്റവും നല്ല മെത്തേഡാണ് അപഗ്രഥന രീതി. അപഗ്രഥന രീതി എന്ന് പറയുമ്പോൾ എന്താണ്? അറിയാത്തതിൽ നിന്നും അറിയാവുന്നതിലേക്ക്, അൺനോൺ ടു നോൺ എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ശരി. 52 ഓപ്ഷൻ ബി ആണ്. അടുത്ത 53ാമത്തെ ചോദ്യം, പരപ്പളവ് 800 പൈ ചതുരശ്ര സെന്റിമീറ്റർ ഉള്ള വൃത്തത്തിൽ അന്തർലേഖനം ചെയ്യാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നതാണ് ചോദ്യം. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം, 1600 ചതുരശ്ര സെന്റിമീറ്റർ. 2:16ന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാണ് എന്നതാണ് 54ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 6. 2:16ന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? ഓപ്ഷൻ സി 6 എന്നതാണ് ശരിയായ ഉത്തരം. ഒരു ടാങ്കിന്റെ 4/1 ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ട്. 1500 ലിറ്റർ വെള്ളം കൂടി ചേർത്തപ്പോൾ ടാങ്ക് കൃത്യമായി നിറഞ്ഞു. ടാങ്കിന്റെ ആകെ ഉള്ളളവ് എത്രയാണ് എന്നതാണ് 55ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ്. 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 2000 ലിറ്റർ. ഓക്കെ, അടുത്ത 56ാമത്തെ ചോദ്യം, ഒരു കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് 10 എന്ന തോതിൽ ബുക്ക് വാങ്ങി. 200 രൂപയ്ക്ക് 8 എന്ന തോതിൽ വിറ്റു. അയാൾക്ക് കിട്ടിയ ലാഭ അല്ലെങ്കിൽ നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് എന്നതാണ് 56ാമത്തെ ചോദ്യം. 25% ലാഭം എന്നതാണ്. ഓക്കെ, 56ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 25% ലാഭം. അടുത്ത 57ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 22 പേർക്ക് കണക്ക് പരീക്ഷയിൽ എ ഗ്രേഡ് ലഭിച്ചു. ഇത് ആകെയുള്ള കുട്ടികളുടെ എണ്ണത്തിന്റെ 55% ആണ്. ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട്? 57ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം, 40 കുട്ടികൾ. ഇനി 58ാമത്തെ ചോദ്യം, 25 ആളുകൾ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. ഈ ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേർ കൂടുതലായി വേണം എന്നതാണ് ചോദ്യം. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, 5 പേർ കൂടി വേണം. 59ാമത്തെ ചോദ്യം, ഗണിതത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന തെറ്റായ ധാരണകൾ മനസ്സിലാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ടൂൾ ഏതാണ്? 59ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് നിദാന ശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. 11:5 എന്ന അംശബന്ധത്തിന്റെ ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാൽ അംശബന്ധം 3:2 ആയി മാറും എന്നതാണ് 60ാമത്തെ ചോദ്യം. 60ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് കേട്ടറ്റ് കാറ്റഗറി 2-ൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കണക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ലഭിച്ച 30 ചോദ്യങ്ങളാണ്, അതിന്റെ ആൻസേഴ്സും. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക, നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ള ഒരു കാര്യം, ലൈസിയം അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി സെറ്റ് പരീക്ഷയും സീറ്ററ്റ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി 1-ാം തീയതി മുതലൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം അതിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
താങ്ക് യു.